ഇപ്പോൾ 24 വാർത്താ സംഘത്തിന് നേരെ തിരുവനന്തപുരത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അക്രമമെന്ന വിവരം വരുന്നുണ്ട്. ക്യാമറ അടിച്ചു തകർത്തിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ നൽകും വിശദാംശങ്ങൾ. ഷഫീദ്, എന്താണ് സംഭവിച്ചത്? ആ ദൃശ്യങ്ങളാണോ ഇത്? എന്താണ് ഇവർക്ക് ഇങ്ങനെ മാധ്യമപ്രവർത്തകരോട് അക്രമം കാട്ടാനുള്ള പ്രകോപനം? വെമ്പായിട്ട് 16-കാരനെ കാണാതായതൊരു വഴിത്തിരിവുണ്ടാവുകയും മാത്രവുമല്ല ഈ പോലീസ് ചില തെറ്റായ ധാരണകളുടെ പുറത്ത് ഈ പേട്ടയിൽ ട്രെയിൻ തെറ്റി മരിച്ച ഈ യുവാവിന്റെ ശരീരം സംസ്കരിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടായിരുന്നു. ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വെമ്പായിട്ട് എത്തിയപ്പോഴായിരുന്നു ഈ സംഭവങ്ങൾ ഉണ്ടായത്. അതായത് നമുക്ക് നിലവിൽ പോലീസ് നൽകിയ വിവരവും അതേപോലെ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഒരു കുട്ടിയെക്കുറിച്ചുള്ള വിവരമടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായി അവിടെ എത്തിയത്. അപ്പോഴാണ് ഈ സംഘം ചേർന്നെത്തിയ ഒരു കുറച്ച് കോൺഗ്രസ് പ്രവർത്തകർ അവർ പറയുന്നത് അവർ ഈ വെമ്പായത്തെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നുള്ളതാണ്. അവർ ഈ സംഘം ചേർന്നെത്തി നമ്മളുടെ റിപ്പോർട്ടർ സംഘത്തെ ആക്രമിക്കുകയായിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ അതേപോലെ തന്നെ നമ്മുടെ ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസ് അടക്കമുള്ള ആളുകൾക്ക് നേരെയാണ് ഈ കയ്യേറ്റ ശ്രമം ഉണ്ടായത്. അവർ പറയുന്നത് ഈ കോൺഗ്രസുകാരുടെ കൂടി പ്രതികരണം ഈ വിഷയത്തിൽ എടുക്കണം. സാധാരണഗതിയിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടായാൽ നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള ഏതെങ്കിലും മാനങ്ങൾ നോക്കി നമ്മൾ പൊളിറ്റിക്കൽ ബൈറ്റുകൾ എടുക്കാറില്ല. പകരം പോലീസിന്റെയും കുടുംബത്തിന്റെയും അടക്കം അലിഗേഷനുകളാണ് എടുക്കാറുള്ളത്. എന്നാൽ അതിൽ കോൺഗ്രസുകാർക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ആക്രമിക്കാനുള്ള ശ്രമം അവർ നടത്തുകയായിരുന്നു. അതിൽ നമ്മുടെ ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ക്യാമറയടക്കം തടഞ്ഞു വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതായാലും ഈ വിഷയത്തിൽ നമ്മൾ KPCC പ്രസിഡന്റ് അടക്കം ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ വെമ്പായം പോലീസിനെയും ഈ വിഷയം അറിയിച്ചിട്ടുണ്ട്. അതിൽ അതായത് നിലവിൽ ഇപ്പോൾ ഈ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ചിലരിൽ മദ്യപാനികളാണ്, അല്ലെങ്കിൽ അവർ മദ്യപിച്ചിട്ടാണ് എത്തിയതെന്നുള്ള വിവരം കൂടി നമുക്ക് നിലവിൽ ഇപ്പോൾ പറയാൻ കഴിയും. ഇതടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പോലീസിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് നമ്മളിപ്പോൾ. ഷഫീദ്, 16 വയസ്സുള്ള ഒരു കുട്ടിയെ കാണാതാവുന്നു. അതിന്റെ കുടുംബം കാണാനില്ല എന്ന് പരാതി നൽകുന്നു. ഇതിനിടയിൽ ആ റെയിൽവേ ട്രാക്കിൽ നിന്ന് ട്രെയിൻ തട്ടി മരിച്ച ഒരു മൃതദേഹം പോലീസ് സംസ്കരിക്കുന്നു. നാളുകൾക്ക് ശേഷം കുട്ടിയുടെ സുഹൃത്ത് പറയുന്നു ഇത് മരിച്ച അഭിജിത്തിന്റെ മൃതദേഹമായിരുന്നു അന്ന് സംസ്കരിച്ചതെന്ന്. ഈ വിഷയത്തിൽ കോൺഗ്രസുകാരുടെ എന്ത് പ്രതികരണം? എന്താണ് അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട റോളുള്ളത്? അല്പം മുമ്പ് തത്സമയം ആ കുടുംബത്തിന്റെ പ്രതികരണം വരുമ്പോൾ പോലും ആ കുട്ടിയുടെ അച്ഛനടക്കം പറഞ്ഞത് ഇതിൽ എന്തുകൊണ്ട് ഇങ്ങനെ കൃത്യമായ അന്വേഷണം നടത്താതെ, ആളെ തിരിച്ചറിയാൻ ഒരു ശ്രമം നടത്താതെ പോലീസ് മൃതദേഹം സംസ്കരിച്ചു? പോലീസിനെതിരെയാണ് അദ്ദേഹത്തിന്റെ പരാതി ഉള്ളത്, ഒപ്പം ആ സുഹൃത്തിനെതിരെയാണ് പരാതി ഉള്ളത്. അവിടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്ത് പ്രകോപനം? ഇതേ ചോദ്യം തന്നെയാണ് നമ്മൾ അവരോട് ചോദിച്ചതും. കാരണം എന്തെങ്കിലും തരത്തിൽ കാര്യങ്ങൾ അവർക്ക് മറച്ചു വെക്കാനുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പുതിയ അലിഗേഷൻ ഉന്നയിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുതിയ അലിഗേഷൻ ഒന്നും അവർക്ക് പറയാനില്ല. പകരം ഈ വിഷയത്തിൽ പ്രതികരിക്കണം. അങ്ങനെ വഴിയിൽ കൂടി പോകുന്ന ആളുകളുടെ പ്രതികരണം എടുത്ത് ടെലികാസ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് നമുക്ക് എയർ ചെയ്യേണ്ട കാര്യം നമ്മളെ സംബന്ധിച്ചില്ല. ഞാൻ മുൻപ് പറഞ്ഞതാണ്, കൃത്യമായി പോലീസിന്റെ ബൈറ്റ് അതല്ലെങ്കിൽ പോലീസിന്റെ വിവരം അതേപോലെ തന്നെ കുടുംബത്തിന്റെ അലിഗേഷൻ അത് മാത്രമാണ് നിലവിൽ നമുക്ക് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. മാത്രവുമല്ല ഈ വിഷയം പോലീസിലെ അനാസ്ഥയാണ്. മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളെ ഒരു ഈ മരിച്ച അഭിജിത്തിന്റെ ഒരു സുഹൃത്തിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. സ്വാഭാവികമായും നമ്മൾ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടന്നാൽ വളരെ അപ്രതീക്ഷിതമായി തടിച്ചെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ അവർക്ക് സംസാരിക്കാനുണ്ട്, അവർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് നേരെ, നമ്മുടെ വാർത്താ സംഘത്തിന് നേരെ ആക്രോശിച്ചടുക്കുകയായിരുന്നു. അതിൽ നമ്മളുടെ ക്യാമറ പിടിച്ചു വെക്കാൻ അല്ലെങ്കിൽ ക്യാമറ തടയാനുള്ള ശ്രമം നടന്നു. നമ്മുടെ ക്യാമറമാനായിട്ടുള്ള രഞ്ജിത്ത് ഫ്രാൻസിസിനെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. നമ്മൾ ഈ വിവരം തിരുവനന്തപുരം റൂറൽ SP അടക്കം അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഈ പ്രകോപനം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഈ വിഷയം ഉണ്ടാക്കിയിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടപടി ഉണ്ടാകും എന്നുള്ള ഉറപ്പ് അത് തിരുവനന്തപുരം റൂറൽ SP ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഗോകുൽ.